ഫ്രൂട്ട് വിഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ കാണുന്ന ഈ പഴച്ചെടിയാണ് ബൊളീവിയൻ സ്വദേശിയായ അച്ചാച്ചയറു. അച്ചാച്ചയറു എന്ന് പറയുന്ന ഈ ഫ്രൂട്ട് പ്ലാന്റ് ഗാർസീനിയ കുടുംബത്തിൽപ്പെട്ടതാണ്. ഗാർസീനിയ കുടുംബം എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന കൊടമ്പുളി, അതേപോലെ തന്നെ മാങ്കോസ്റ്റിൻ തുടങ്ങിയ ചെടിയുടെ ഇനത്തിൽപ്പെട്ടതാണ്. ഈ ചെടി മറ്റ് ഗാർസീനിയ കുടുംബത്തിലേതുപോലെ തന്നെ വളരുന്നതിന് വളരെയധികം സമയപരിധി ആവശ്യമാണ്. നമ്മളിപ്പോൾ കാണുന്ന ഈ ഫ്രൂട്ട് പ്ലാന്റ് ഏകദേശം 7 വർഷത്തോളം പ്രായമുള്ളതാണ്. വിത്തിൽ നിന്ന് നട്ട ചെടി കായ്ക്കുന്നതിന് 5 വർഷത്തിൽ കൂടുതൽ കാലപരിധി എടുക്കാറുണ്ട്. നമ്മളിപ്പോൾ കാണുന്ന ഈ ചെടിയിൽ നിന്നും നമുക്ക് ഒരു പഴം പറിച്ചു നോക്കാം. ഇതിൻ്റെ ഉൾവശം ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഈ പഴത്തിൻ്റെ ഉൾഭാഗം. ശരിക്കും ഇതിന് നന്നായി പഴുത്താൽ മാത്രമേ നമുക്ക് നല്ല മധുരം ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ കാണുന്ന ഈ പഴം ശരിക്കും പഴുത്തതല്ല. ഇപ്പോൾ കഴിച്ചാൽ ഇതിന് നമുക്കൊരു പുളിയാണ് കൂടുതലായി അനുഭവപ്പെടുക. ഈ മഞ്ഞ കളറിൽ നിന്ന് മാറി ഏകദേശം ഒരു ചുവപ്പ് ഓറഞ്ച് കളറോട് കൂടിയ കളറായാൽ മാത്രമാണ് അച്ചാച്ചയറു പഴത്തിന് നല്ല മധുരം കിട്ടുക. എന്നിരിക്കലും നമ്മുടെ മാങ്കോസ്റ്റിനെ അപേക്ഷിച്ച് അതിനേക്കാൾ അല്പം മധുരം കുറവാണ് അച്ചാച്ചയറു പഴത്തിന്. അച്ചാച്ചയറു പഴത്തിൻ്റെ ഗാർസീനിയ കുടുംബത്തിൽപ്പെട്ട ബറാബ, ബെക്യുപാരി, ഇംബെ തുടങ്ങിയ പഴങ്ങളെ അപേക്ഷിച്ച് പറയുകയാണെങ്കിൽ അച്ചാച്ചയറിനാണ് കൂടുതൽ മധുരവും നമുക്ക് കൂടുതൽ തിന്നാനുള്ള ഭാഗം കിട്ടുന്നതും. ആയതുകൊണ്ട് തന്നെ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകളും വിറ്റാമിൻ സിയും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല രോഗപ്രതിരോധ ശേഷി കിട്ടുമെന്നതുകൊണ്ടും നമ്മുടെ വീടുകളിൽ നട്ടു വളർത്താൻ പറ്റിയ വളരെ നല്ല ഒരു ചെടിയാണ് അച്ചാച്ചയറു. ഈ ചെടി ഏകദേശം ഒരു 3 മീറ്റർ കൂടുതൽ വളരുകയില്ല എന്നതുകൊണ്ട് സ്ഥലപരിമിതി കുറവായവർക്കും നന്നായി നടാൻ പറ്റുന്നതാണ്.